സഖാവ് പുഷ്പൻ വിട പറഞ്ഞതോടെ സോഷ്യൽ മീഡിയയിൽ കൂത്തുപറമ്പ് സമരവും വെടിവയ്പ്പുമൊക്കെ വീണ്ടും ചർച്ചയാകുന്നു. ശരിക്കും കൂത്തുപറമ്പ് വെടിവയ്പ്പിന് കാരണം എന്താണെന്നത് ഇപ്പോഴും പലർക്കും സംശയമുണ്ടോ എന്ന് തോന്നും. ഇപ്പോഴത്തെ ഈ ചർച്ചകളൊക്കെ കണ്ടാൽ സ്വാശ്രയ കോളേജുകൾക്കെതിരെ നടന്ന സമരത്തിൻ്റെ ഫലമായാണോ കൂത്തുപറമ്പ് വെടിവയ്പ്പുണ്ടായത്? അല്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കും. എന്തായിരുന്നു യഥാർത്ഥ കാരണം? ഇത് പറയുന്നതിന് മുമ്പ് ഇപ്പോൾ വ്യക്തമായി ആദ്യം പറയേണ്ടത് ആടിന് പട്ടിയാകുന്ന മനോരമയുടെ കുരുട്ട് ബുദ്ധിയെക്കുറിച്ചാണ്. സഖാവ് പുഷ്പനെക്കുറിച്ച് മലയാള മനോരമയിൽ വന്ന ഒരു അനുസ്മരണക്കുറിപ്പ്. അതിൻ്റെ തുടക്കത്തിൽ സത്യത്തെ ചുരുട്ടിക്കീറി ദൂരെ കളയുന്ന നിലപാടാണ് മനോരമ എക്കാലത്തെയും പോലെ സ്വീകരിച്ചിരിക്കുന്നത്. 94 UDF സർക്കാരിൻ്റെ സ്വാശ്രയ നയത്തിനെതിരെ സമരത്തിലായിരുന്ന DYFI എന്നാണ് ഇൻട്രോയിൽ പറയുന്നത്. സ്വാശ്രയ കോളേജുകൾക്കെതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായാണ് കൂത്തുപറമ്പ് വെടിവയ്പ്പുണ്ടായതെന്നും 5 സഖാക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്നും നട്ടെല്ലിന് വെടിവേറ്റ സഖാവ് പുഷ്പൻ ആജീവനാന്തം ശയ്യാവലംബിയായതെന്നും സ്ഥാപിക്കണം. നല്ല ബുദ്ധി, കുരുട്ടു ബുദ്ധിയാണ് മനോരമയുടേത്. നല്ല സമയം. ജോണി ലൂക്കോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്പിരിറ്റ് ഓഫ് ദി ടൈമാണ് ആ സമയം. UDF സർക്കാരിൻ്റെ സ്വാശ്രയ നയത്തിൻ്റെ മറവിൽ പരിയാരം TB സാനിറ്റോറിയത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ ശ്രമം ആരംഭിച്ചു. ആശുപത്രിയും മെഡിക്കൽ കോളേജും സഹകരണ മേഖലയിലോ സ്വകാര്യ ഉടമസ്ഥതയിലോ എന്നതായിരുന്നു അന്നുയർന്ന ചോദ്യം. അതിന് അന്നത്തെ മുഖ്യമന്ത്രിയോ സഹകരണ മന്ത്രിയോ വ്യക്തമായ മറുപടി പറഞ്ഞില്ല. മെഡിക്കൽ കോളേജ് സർക്കാർ ഉടമസ്ഥയിലായിരിക്കണം എന്ന നിലപാടായിരുന്നു CPMൻ്റേത്. ഈ സമയത്ത് പരിയാരം TB സാനിറ്റോറിയത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ആ സ്ഥലം കൈമാറിയത് MV രാഘവൻ പ്രസിഡൻ്റായി ഉണ്ടാക്കിയ ഒരു കടലാസ് സഹകരണ സംഘത്തിലാണ് തെളിവ് പുറത്തു വന്നു. വിലപ്പെട്ട തെളിവ് കയ്യിൽ കിട്ടിയതോടെ ദേശാഭിമാനിയിലൂടെ K ബാലകൃഷ്ണൻ എന്ന മാധ്യമപ്രവർത്തകൻ ആഞ്ഞടിച്ചു. വാർത്ത പുറത്തു വന്നതോടെ K ബാലകൃഷ്ണനെ ബന്ധപ്പെട്ടത് മനോരമ കണ്ണൂർ ബ്യൂറോയിലെ ബോബി എബ്രാഹിമും ഹരികൃഷ്ണനും. മക്തബ് പത്രമുടമ ബെന്നി കൈമാറിയ രേഖയുടെ ബാക്കി വിശദാംശങ്ങൾ അവരാണ് K ബാലകൃഷ്ണന് കൈമാറിയത്. അതൊക്കെ മാധ്യമപ്രവർത്തനത്തിൻ്റെ പിന്നാമ്പുറ വാർത്തകൾ. അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ പ്രൊമോട്ടർമാർ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, നിയമാവലി തുടങ്ങി സകല വിവരങ്ങളും തനിക്ക് കൈമാറിയത് മനോരമയിലെ ബോബിയും ഹരീഷിനുമാണെന്ന് ബാലകൃഷ്ണൻ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഈ ചരിത്രം സൗകര്യപൂർവ്വം മറച്ചുവെക്കാനാണ് UDF സർക്കാരിൻ്റെ സ്വാശ്രയ നയത്തിനെതിരെയാണ് കൂത്തുപറമ്പ് സമരവും വെടിവയ്പ്പുമൊക്കെ ഉണ്ടായത് എന്ന മനോരമയിലെ ആ പടച്ചുകെട്ടിയ വാർത്ത. പരിയാരം TB സാനിറ്റോറിയത്തിൻ്റെ പേരിൽ സർക്കാർ ഉടമസ്ഥയിലുണ്ടായിരുന്ന ഭൂമി MV രാഘവൻ പ്രസിഡന്റായ തട്ടിപ്പ് സഹകരണ സംഘത്തിൻ്റെ പേരിലേക്ക് മാറ്റി അവിടെ K കരുണാകരൻ്റെയും MV രാഘവൻ്റെയും സംഘത്തിൻ്റെയും സ്വകാര്യ ഉടമസ്ഥതയിൽ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ സർക്കാർ അധികാരം കൈവിട്ട് പ്രയോഗിച്ചു. അതിനെതിരെയായിരുന്നു സഖാവ് പുഷ്പനെ നാം ഏവരും ഓർക്കുന്ന കൂത്തുപറമ്പ് സമരം. പരിയാരം മെഡിക്കൽ കോളേജ് ഇന്ന് സർക്കാർ ഉടമസ്ഥതയിലാണ് പൂർണ്ണമായും പ്രവർത്തിക്കുന്നത്. അതായിരുന്നു അന്നത്തെ കൂത്തുപറമ്പ് പ്രക്ഷോഭത്തിൻ്റെ ആവശ്യവും. അത് നടക്കുകയും ചെയ്തു. 2016 പിണറായി സർക്കാരാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത്. ഏത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ താൻ സമരഭൂമിയിലേക്ക് ഇറങ്ങിയത് ആ ലക്ഷ്യം LDF സർക്കാർ പൂർത്തീകരിക്കുന്നത് കണ്ണ് നിറയെ കണ്ട സംതൃപ്തിയിലാണ് സഖാവ് പുഷ്പൻ ഇതുവരെ ജീവിച്ചതും ഇപ്പോൾ നമ്മോട് വിട പറഞ്ഞതും.